കണ്ണിന് പരിക്കേറ്റ PT5 കാട്ടാനയുടെ ആരോഗ്യം മോശമെന്നാണ് വനം വകുപ്പിന്റെ റിപ്പോർട്ട്. ആനയെ വനം വകുപ്പിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നിരീക്ഷിച്ചു. കാഴ്ചാ പരിമിതിക്കൊപ്പം ആനയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ട്. DFOയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. വയനാട്ടിൽ നിന്ന് പ്രത്യേക സംഘം പാലക്കാടെത്തി ആനയെ നിരീക്ഷിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, തുടക്കത്തിൽ ആനയെ നിരീക്ഷിച്ച ശേഷം മറ്റ് നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. എന്താണ് നിലവിലെ വിവരങ്ങൾ? ജിൽസി, സ്ഥിരമായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനയെ നേരത്തെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയിരുന്നു. കണ്ണിന് ഗുരുതരമായ കാഴ്ച പ്രശ്നങ്ങൾ ഉണ്ട്. അത് ഇപ്പോഴും പൂർണ്ണമായി ശരിയായിട്ടില്ല. അതിനിടെയാണ് മറ്റ് ആനകളുടെ ആക്രമണത്തിൽ PT14 ആക്രമണത്തിലാണ് ഈ PT5 ഗുരുതരമായ പരിക്കേറ്റിട്ടുള്ളത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ട്. ഇത് പഴുത്തു കഴിഞ്ഞാൽ ഒരു ഗുരുതര സ്വഭാവത്തിലേക്ക് പോകും. ഇതുകൊണ്ടാണ് ആനയെ നിരന്തരം നിരീക്ഷിച്ചു വരുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കൂടാതെ ആരോഗ്യ പ്രവർത്തകരും വെറ്റിനറി ഡോക്ടർമാരും ആനയുടെ ആരോഗ്യം നിരീക്ഷിച്ചിട്ടുണ്ട്. ആനയ്ക്ക് നടക്കാൻ പോലും വലിയ പ്രയാസം നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഈ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകുന്നത് ആനയുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നൊരു സംശയമുണ്ടെന്ന് DFOയുടെ അധ്യക്ഷതയിൽ വെറ്റിനറി ഡോക്ടർമാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും. വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം പാലക്കാടെത്തി ആനയ്ക്ക് ആവശ്യമായ ചികിത്സ നൽകും.